തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. വർക്കല ക്ലിഫിൽ മണ്ണിടിഞ്ഞു. വെള്ളക്കെട്ടിൽ നഗരത്തിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടർ തുറന്നു. തലസ്ഥാനത്ത് നഗരത്തിലും മലയോര മേഖലയിലും അതിശക്തമായ മഴ തുടരുകയാണ്. രാത്രി മുതൽ പെയ്ത മഴയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, വള്ളക്കടവ്, കരമന ഭാഗത്ത് റോഡുകളിലുണ്ടായ വെള്ളക്കെട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വർക്കല പാപനാശം ബീച്ചിനോട് ചേർന്നുള്ള കുന്നിന്റെ ഒരു ഭാഗം രാവിലെ ഇടിഞ്ഞു വീണു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് യാത്രാവിലക്ക് തുടരുകയാണ്. അരുവിക്കര ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. നെയ്യാറ്റിൻകര ധനുവച്ചപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മതിൽ മഴയിൽ ഇടിഞ്ഞു വീണു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം കിഴക്കേക്കല്ലടയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 24 തിരുവനന്തപുരം.